ഇല്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഉറക്കെ പറഞ്ഞേ, യേശുവേ നന്ദി. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളത്തിൽ ഇത് പതിയണം. ഇന്ന് നിങ്ങൾ ഈ ക്രൂശിലൂടെ കാണാൻ തുടങ്ങണം. എൻ്റെ വീട്ടിൽ ഇല്ലായ്മകളുണ്ട്, പക്ഷെ ക്രൂശിലൂടെ നോക്കുമ്പം ഞാൻ കാണുന്നില്ല ആ ഇല്ലായ്മകളെ. അങ്ങനെ നിങ്ങൾ നോക്കാൻ തുടങ്ങി നോക്കിയേ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വീട്ടിൽ ഇല്ലായ്മ കെട്ടുകെട്ടും. വല്ലഭത്തത്തിന് ഇല്ലായ്മ കെട്ടുകെട്ടും. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ഇല്ലായ്മ വല്ലഭത്തത്തിന് കെട്ടുകെട്ടും. അതിനാദ്യമേ കുരിശിലൂടെ കാണാൻ തുടങ്ങണം. എല്ലാത്തിനും കുരിശിലൂടെ കാണാൻ തുടങ്ങണം. മക്കളെ ക്രൂശിലൂടെ കാണാൻ തുടങ്ങണം. ക്രൂശിൽ യേശു മരിച്ചെങ്കിൽ ഇനി എൻ്റെ മക്കളുടെ ഭാവി വേറെയാ. എപ്പോഴും എവ്രി ടൈം വായ് തുറന്ന ഉടനെ പറയണം, ക്രൂശിൽ യേശു അത് ചെയ്തെങ്കിൽ ഇനി ഇതിങ്ങനെയാ. ക്രൂശിൽ യേശു അത് ചെയ്തെങ്കിൽ ഇനി ഇതിങ്ങനെയാ. ഹല്ലേലൂയ. ക്രൂശിലൂടെ എല്ലാത്തിനെയും കാണാൻ ഒരു ജോലി. സാറേ ഞാൻ കുറേ കാര്യങ്ങൾ പ്രായോഗികമായിട്ട് പറയാം, നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിസ്സാര ഒരു ജോലി, പുതിയൊരു കാര്യത്തിന് വേണ്ടി പോവുകയാണ്. അത് ആ ബിസിനസ് ലഭിക്കുകയില്ലെന്ന് എല്ലാവരും പറയുന്നു. വളരെ ഇമ്പോസിബിലിറ്റീസാണ് മുമ്പിൽ നിൽക്കുന്നത്, അസാധ്യതയാണ് മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ ആ വിഷയത്തെ നോക്കിയിട്ട് ഇങ്ങനെ പറയണം, ക്രൂശിലൂടെ നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊരു സാധ്യത കാണുന്നു. ക്രൂശിലൂടെ നോക്കുമ്പോൾ, ഞാൻ മറ്റൊരു വാക്ക് എടുത്തു പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ ആശയം കിട്ടുമായിരിക്കും. കർത്താവിലൂടെ നോക്കുമ്പം ഞാൻ അതിൻ്റെ അകത്തൊരു സാധ്യത കാണുന്നു. കർത്താവിനെ മാറ്റി നിർത്തി, കർത്താവിൻ്റെ ക്രൂശ് മാറ്റി നിർത്തി, ക്രൂശിലെ ദിവ്യ ബലി മാറ്റി നിർത്തി നോക്കിക്കോ, നിങ്ങൾക്ക് സാധ്യത കാണാൻ പറ്റില്ല. പക്ഷേ ക്രൂശിലൂടെ നോക്കിക്കോ, നിങ്ങൾക്ക് സാധ്യത കാണാൻ കഴിയുക. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു തുടങ്ങിയ, കുരിശിലൂടെ കാണാൻ പഠിക്കുക, ക്രൂശിലൂടെ കാണാൻ പഠിക്കുക. ക്രൂശിൽ യേശു എടുത്ത ജയത്തിലൂടെ കാര്യങ്ങളെ കാണാൻ പഠിക്കുക. അവിടെ തുടങ്ങും പ്രിയരെ ജീവിതം. ഇവിടെ സംഭവിച്ചത്, ഇവരെ ക്ഷുദ്രം ചെയ്ത് മയക്കിക്കളഞ്ഞു. ഏതിൽ നിന്ന്? ഇവർ ക്രൂശിലൂടെ എല്ലാം കാണുന്നവരായിരുന്നു. ഹല്ലേലൂയ. ഇതായിരുന്നു അവരുടെ അവസ്ഥ. അവർ ഗലാത്യയിലുള്ള വിശുദ്ധന്മാര് ക്രൂശിലൂടെ എല്ലാം കാണുന്നവരായിരുന്നു. അവർക്ക് കടഭാരമുണ്ട്. ക്രൂശിലൂടെ നോക്കുമ്പം അവർക്ക് മനസ്സിലായി, അവൻ ദരിദ്രനായി തീർന്ന കൃപ ഞാൻ സമ്പന്നനാകാൻ വേണ്ടിയാ. ഹല്ലേലൂയ. പക്ഷേ ഇവർക്ക് ഈ മയക്കം സംഭവിച്ചപ്പോഴത്തേനും ഉണ്ടല്ലോ, ക്രൂശിലൂടെ കാണുന്ന പരിപാടി നിർത്തി നേരിട്ട് കാണാൻ തുടങ്ങി. ഹല്ലേലൂയ. നേരിട്ട് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഫെയിലിയർ തുടങ്ങി. അതാ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നിങ്ങൾ വായിക്കുന്നത്, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പം ജഡം കൊണ്ടോ സമാപിക്കുന്നത്. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചെന്ന് വരികിൽ നിങ്ങൾക്ക് ആത്മാവിനെ തന്ന് നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തി ചെയ്തവൻ. ആത്മാവിൻ്റെ വീര്യപ്രവൃത്തി ചെയ്തത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? പൗലോസ് ചോദിക്കുക, ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? ഹല്ലേലൂയ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആയിരുന്നു നിങ്ങളുടെ ജയം. അത് നിങ്ങളുടെ കൺമുമ്പിൽ ഇരുന്ന കാലത്തോളം നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഇന്ന് നിങ്ങൾ തോൽക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ മയക്കം മാത്രമാണ്. ഇന്ന് കണ്ണ് തുറന്നാൽ പഴയ അവസ്ഥയിൽ ക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ വരും. അസാധ്യതകളില്ലാത്ത ക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങളുടെ കൺമുമ്പിൽ തെളിയും. ഇത് പ്രസംഗിക്കാൻ തുടങ്ങണം, ഇത് പഠിപ്പിക്കാൻ തുടങ്ങണം. കാരണം ആൾക്കാരുടെ മുമ്പിൽ യേശുവിൻ്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി തെളിഞ്ഞാൽ മാത്രമേ അതിലൂടെ കാര്യങ്ങളെ വീക്ഷിക്കാൻ തുടങ്ങുള്ളൂ. ഈ മയക്കത്തിൽ നിന്ന് രോഗം ഉണരണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒന്നുകൂടെ മിണ്ടിക്കേ. കർത്താവ് ചുമന്നതിലും വലിയ കുരിശ് ഞാൻ ചുമക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ക്രൈസ്തവരെ എനിക്കറിയാം. യേശുവേ, അങ്ങ് ചുമന്ന ക്രൂശിന് 65 കിലോ കനമുണ്ടെങ്കിൽ ഞാൻ 80 കിലോ ഉള്ള കനം ചുമക്കാൻ തയ്യാറാണ്. യേശുവേ, ഗോൽഗോത്ത ഒരു മൊട്ടക്കുന്നാണെങ്കിൽ ഞാനൊരു ഒന്നാന്തരം കുന്ന് ഇത് ചുമന്നുകൊണ്ട് കയറാൻ തയ്യാറാണെന്ന് പറയുന്നവരെ എനിക്കറിയാം. ഹല്ലേലൂയ. യേശുവേ, മൊട്ടക്കുന്നിനേക്കാൾ വലിയ കുന്ന് ഞാൻ കയറാം. മാത്രമല്ല, എൻ്റെ വീട്ടിൽ 1000 കുരിശ് ഞാൻ വേണേൽ ഉണ്ടാക്കി വെക്കാം. വീട്ടിൽ മാത്രമല്ല, എൻ്റെ മാലയുടെ അഗ്രത്തിൽ ഏറ്റവും വലിയൊരു കുരിശ് വേണേ ഉണ്ടാക്കിക്കൊണ്ട് ഇട്ടുകൊണ്ട് നടക്കാം. പക്ഷേ ഇതൊന്നും അല്ല സഹോദരങ്ങളെ ക്രൂശിലൂടെ കാണുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ക്രൈസ്തവരെന്ന് ലോകത്തെ അറിയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴിയാണ് നിങ്ങളൊരു ക്രോസ് ഹോൾഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലൊരു കുരിശിരിക്കുന്നത് നിങ്ങൾ ക്രൈസ്തവരെന്ന് ലോകത്തെ അറിയിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ്. ഞാനത് ചെയ്യാറുണ്ട്, നിങ്ങൾ പലരും അത് ചെയ്യുന്നവരാണ്. അത് ചെയ്യുന്നത് പ്രോത്സാഹനീയം തന്നെയാണ്. ഹല്ലേലൂയ. പക്ഷേ ഇതൊന്നും അല്ല ഇവിടെ പറയുന്നത്. എൻ്റെ വീട്ടിലോ എൻ്റെ മാലയുടെ അഗ്രത്തോ ഞങ്ങളുടെ പള്ളിയിലോ യേശു ചുമന്നതിലും വലിയ കുരിശ് ചുമക്കുന്ന അല്ല ഇവിടെ പറയുന്ന വിഷയം. ഹല്ലേലൂയ.
ഇവിടെ പറയുന്ന വിഷയം മറ്റൊന്നാണ്. യേശുവിൻ്റെ ക്രൂശിലൂടെ ലോകത്തെ കാണുക, യേശുവിൻ്റെ ക്രൂശിലൂടെ വിഷയങ്ങളെ കാണുക, യേശുവിൻ്റെ ക്രൂശിലൂടെ മറ്റുള്ളവരെ കാണുക, യേശുവിൻ്റെ ക്രൂശിലൂടെ ക്രൂശിൻ്റെ സഹനത്തിലൂടെ മറ്റേതിനെ ഓരോന്നിനെ കൺമുമ്പിൽ വീക്ഷിക്കുക. ഇവിടെ തുടങ്ങും യഥാർത്ഥ ജയജീവിതം. കാരണം ക്രൂശിൽ നിങ്ങൾ കണ്ടത് തോറ്റു തൊപ്പിയിട്ടതല്ല, ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടിയതാ. കരമുയർത്തി ഒന്ന് പറഞ്ഞു, ജയത്തിൻ്റെ ഉത്സവം കൊണ്ട്. ഇന്നിത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ടെലിവിഷനിലൂടെ എന്നെ കേൾക്കുന്നവരുണ്ട്. എറണാകുളത്ത് ഞാൻ സംസാരിക്കുമ്പോൾ എറണാകുളത്തെ ആദ്യ ശനിയാഴ്ച നടക്കുന്ന മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുന്നവരുണ്ട്. എല്ലാവരോടും വ്യക്തിപരമായിട്ട് ഞാൻ സംസാരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയരെ, ഈ വചനം നിങ്ങളിൽ ഒരു അത്ഭുതമുണ്ടാക്കിയിരിക്കും. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മയക്കം വന്നിരിക്കുന്ന കണ്ണുകൾ കർത്താവ് പെടുന്നനവെ തുറക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. പണ്ടത്തേതിലും വലിയ ജയത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകാൻ പോവുക. ഹല്ലേലൂയ. ഇതുവരെ നിങ്ങൾക്കുണ്ടായിട്ടില്ലാത്ത ജയത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകാൻ പോവാ. നഷ്ടപ്പെട്ടു തീർന്നു എന്ന് പറഞ്ഞിടത്ത് നിങ്ങൾ ആരംഭിക്കാൻ പോകുക. കരമടിച്ചു എന്ന് കർത്താവിനെ സ്തുതിച്ചു. ഇല്ലെന്ന് പറഞ്ഞിടത്ത് തുടങ്ങുകയാണ്. പോരാ, ശക്തിയോടെ ഇല്ലെന്ന് പറഞ്ഞിടത്ത് ആരംഭിക്കുകയാണ്. ഓ, ഉറക്കെ പറഞ്ഞു, ലോർഡ് ഐ ബിലീവ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ്. യേശുവേ, അങ്ങയുടെ പൂർത്തീകരണ പ്രവൃത്തിയെ ഞാൻ ആശ്രയിക്കുന്നു. മടിക്കാതെ കരമുയർത്തി പറയും. മക്കളെ കുരിശിലൂടെ നോക്കാൻ തുടങ്ങിക്കേ, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയും. അതല്ലെങ്കിൽ കുരിശ് മാറ്റി വെച്ചിട്ട് നോക്കിയാൽ നിങ്ങൾ പറയും, എന്തോ മണ്ടിയാടി നീ, എന്തോ മണ്ടനാടാ നീ, എനിക്ക് ഇങ്ങനെ ഒരു മക്കൾ ഉണ്ടായിപ്പോയല്ലോ, ഓ ഇതൊരു ശാപമാണ്, ഇതെന്തോ ഇത്. എന്നാൽ കുരിശിലൂടെ നോക്കിയാൽ നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ചിട്ട് പറയും, ക്രൂശിലെ സഹനത്തിലൂടെ യേശു എടുത്ത ജയം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മേൽ കാണുന്നു. ഇവരുടെ ബുദ്ധി അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ കാണുന്നു. ഇവന്റെ ബുദ്ധി അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ കാണുന്നു. എൻ്റെ മകൾക്ക്, എൻ്റെ മകന് സ്വർഗീയ ഭാവിയെ ദൈവം തുറന്നു തന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. ഓ, ഒന്ന് സ്വീകരിച്ചോ വേണ്ടിയവരൊക്കെ വീടുകളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ. കൺമുമ്പിലിരിക്കുന്ന കുരിശ് മാറിയിട്ട് നിങ്ങളുടെ വീടിനകത്തോട്ട് നോക്കിക്കോ. ആകെ ബുദ്ധിമുട്ടായിരിക്കും. ഇടത്ത് താമസിക്കുന്നവൻ മന്ത്രവാദി, വലത്ത് താമസിക്കുന്നവൻ ആഭിചാരകൻ, അവർ ദോഷം ചെയ്തു, ഇവർ ദോഷം ചെയ്തു, നിങ്ങൾക്കാകെ ദോഷത്തിൻ്റെ ചിന്തയായിരിക്കും. എന്നാൽ എല്ലാ ദോഷവും നീങ്ങിയ കുരിശ്, എല്ലാ ദോഷവും നീക്കിയ ക്രൂശ്, എല്ലാ ദോഷവും നീക്കുവാൻ ദൈവം ഉപയോഗിച്ച പുത്രൻ്റെ ക്രൂശ്, ഹല്ലേലൂയ, നിങ്ങളുടെ കൺമുമ്പിൽ ഒന്ന് നിൽക്കട്ടെ. എന്നിട്ട് ആ വീട്ടിലോട്ട് നോക്കിക്കേ. നിങ്ങൾ ആ മുറികളിലേക്ക് നോക്കിയിട്ട് പറയും, ഈ മുറി അനുഗ്രഹിക്കപ്പെട്ടതാ. ഹല്ലേലൂയ. ക്രൂശ് മാറിയാൽ നിങ്ങൾ പറയും വിറ്റേച്ചു പോകണം. ക്രൂശ് കയറിയാൽ നിങ്ങൾ പറയും ഇവിടെ ഒരു 10 സെൻറ്റ് കൂടെ മേടിക്കണം. ഹലോ 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 ഒന്ന് മിണ്ടിക്കുക എന്നോട് ചേർന്ന്. ആമേ. കുരിശ് മാറും തോറും നിങ്ങൾ പോരാട്ടവും ബന്ധനവും വിശ്വസിക്കും. ക്രൂശ് കയറും തോറും നിങ്ങൾ സ്വാതന്ത്ര്യം വിശ്വസിക്കും. നിങ്ങൾ സ്വാതന്ത്ര്യം വിശ്വസിക്കും. നിങ്ങൾ പറയും, ഹല്ലേലൂയ, സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു എന്നെ സ്വതന്ത്രനാക്കി, ഇനി അടിമനുഖത്തെ കുടുങ്ങാൻ സൗകര്യമില്ല. ഹല്ലേലൂയ. വേണ്ടിയവർ മാത്രം ആ ഉണർവിനെ സ്വീകരിച്ചു യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ ബ്രദറെ, ഇങ്ങനെ സാക്ഷ്യങ്ങൾ എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ ഈ മെസ്സേജ് ഈ സമയത്ത് പ്രസംഗിക്കുന്ന എൻ്റെ ബ്രദറെ, ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ കുരിശിലൂടെ കാണാൻ തുടങ്ങിയ പിന്നെ ടെൻഷൻ അടിച്ച കാലം മറന്നു. നേരത്തെ കരഞ്ഞ് കണ്ണ് കലങ്ങിയായിരുന്നു യോഗത്തിന് വന്നുകൊണ്ടിരുന്നത്. ആരെങ്കിലും കിട്ടിയത് മുഴുവൻ ലോഡ് ഫുള്ള് നിറക്കുന്ന പോലെ എൻ്റെ വിഷയങ്ങളൊക്കെ പറയുന്നതിൻ്റെ നേരത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോട്ടല്ലോ, എന്നാന്നറിയത്തില്ലാത്തൊരു സമാധാനമാണ്, എന്നാന്നറിയത്തില്ലാത്തൊരു സന്തോഷമാണ്. എന്നാ കാര്യമെന്നറിയോ? നിങ്ങൾ ക്രൂശിലൂടെ കാര്യങ്ങളെ കാണാൻ പഠിച്ചു. കാര്യങ്ങളെ ക്രൂശിലൂടെ കാണാൻ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല. എന്ത് തന്നെ മുമ്പിൽ വന്നാലും നിങ്ങൾ പറയും ഇതിനപ്പുറത്തൊന്നുമില്ല. ഞാൻ അടുത്ത പദം പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിവരും മാത്രം ആ പദം സ്വീകരിച്ചോ. ഇപ്പോൾ ഉള്ളതിനോ വരാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ വാളിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ശക്തികൾക്കോ ദൂതന്മാർക്കോ മറ്റ് യാതൊന്നിനും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കൺമുമ്പിൽ കുരിശ് കയറിയവർ മാത്രം, ക്രൂശിലൂടെ കാണാൻ തുടങ്ങിയവർ മാത്രം. നോക്കിക്കേ, നിങ്ങൾ ഇരിക്കുന്ന വീട്ടിലേക്കൊന്ന് നോക്കിക്കേ, ക്രൂശിലൂടെ ഒന്ന് നോക്കിക്കേ. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലേക്കൊന്ന് ക്രൂശിലൂടെ നോക്കിക്കേ. നിങ്ങളുടെ മക്കളെ ഒന്ന് ക്രൂശിലൂടെ നോക്കിക്കേ. അവരെ ജയാളിയാക്കി നിർത്തിയിരിക്കുന്ന കൃപയൊന്ന് അറിഞ്ഞ് ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. ഛേദമായതെല്ലാം ലാഭമായി മാറി, ലാഭമായതെല്ലാം ഛേദമായി മാറി. ശരിക്കും
നിങ്ങൾ യേശുവിൻ്റെ ക്രൂശിൽ ചെയ്ത പൂർത്തീകരണ പ്രവൃത്തി അറിയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം ഇതാണ്: ലാഭമായതെല്ലാം ഛേദമായി മാറി, ഛേദമായതെല്ലാം ലാഭമായി മാറി. ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലീസ്റ്റും ലാസ്റ്റും ആയിരുന്നോ അതെല്ലാം നിങ്ങൾക്ക് ഫസ്റ്റായി. ഏതൊക്കെ കാര്യം നിങ്ങൾക്ക് ഫസ്റ്റ് ആയോ അതെല്ലാം ലീസ്റ്റും ലാസ്റ്റും ആയി. അതിൻ്റെ അർത്ഥം ബിഫോർ യുവർ ഐസ് Christ crucified is already fixed. നിങ്ങളുടെ പ്രയോറിറ്റി മാറാൻ തുടങ്ങിയോ? Let me hear from you. പറയുക എന്നോട്. യേശുവിനോടുള്ള സ്നേഹത്തിൽ നിങ്ങളുടെ പ്രയോറിറ്റി മാറാൻ തുടങ്ങിയെങ്കിൽ ഞാൻ പറയാം, അതുവരെ പ്രയോറിറ്റി കൊടുത്തു വെച്ചിരുന്ന പലതും ഛേദമായി മാറി. ഛേദമായത് പലതും ലാഭമായി മാറിയെങ്കിൽ ഞാൻ പറയാം, കണ്ണിന് മുമ്പിൽ ക്രിസ്തു വന്നു. കണ്ണിന് മുമ്പിൽ ക്രിസ്തു വന്നു. യേശു നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഫിക്സായി. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇതിന്റെ രണ്ടാമത്തെ സ്റ്റാൻസ് കേൾക്കാൻ താല്പര്യമുണ്ട്? ലാഭമായതെല്ലാം ഛേദമായി മാറി, ഛേദമായതെല്ലാം ലാഭമായി മാറി. എത്ര പേർക്ക് ഇതിന്റെ രണ്ടാമത്തെ സ്റ്റാൻസ് കേൾക്കാൻ താല്പര്യമുണ്ടോ? എന്നാ പെട്ടെന്ന് കർത്താവിനോട് പറ തരാൻ. എന്ന് പറ. ജീസസ്, ഹല്ലേലൂയ. ഓ ജീസസ്. അവിടെയാണ് വാസ്തവത്തിൽ ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് നടന്നത്. എൻ്റേതല്ല യേശുവിൻ്റെ മേലായി, യേശുവിൻ്റെതല്ല എൻ്റെ മേലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാഭമായതെല്ലാം ഛേദമായി മാറി, ഛേദമായതെല്ലാം ലാഭമായി മാറി. ലാഭമായതെല്ലാം ഛേദമായി മാറി, ഛേദമായതെല്ലാം ലാഭമായി മാറി. ജീസസ്. ഓരോ മക്കളുടെ ഉള്ളിലും, ഓ ജീസസ്. ഞാൻ ഒരു വാക്ക് പറയട്ടെ, ഇങ്ങോട്ട് കണ്ണു തുറന്ന് ശ്രദ്ധിക്കും. നാളെയുടെ ദിവസത്തിൽ ലോകം കാണുവാനും കാത്തിരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നവർ. ഞാൻ വ്യക്തമായിട്ട് പറയാം. മക്കൾ വിളിച്ച് അമ്മയോട് ചോദിക്കാൻ പോവാം, അമ്മയ്ക്ക് ഈടായിട്ട് ഒരു ടെൻഷനും ഇല്ലല്ലേ? മമ്മിക്ക് എന്നാ പറ്റി മമ്മി ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ചെറിയ കാര്യത്തിൽ അങ്ങ് ടെൻസ്ഡ് ആകുന്ന മമ്മിക്ക് ഇപ്പൊ എന്നാ പറ്റി? നേരം കൊച്ചു കേക്ക പാടി കേൾപ്പിക്കണം. ലാഭമായതെല്ലാം ഛേദമായി മാറി, ഛേദമായതെല്ലാം ലാഭമായി മാറി. മോനെ, പ്രയോറിറ്റി മാറിയടാ. നിന്നെയൊക്കെ നേരിട്ട് നോക്കി എങ്ങനെ സമാധാനം ഉണ്ടാകാന്? പക്ഷെ കുരിശിലൂടെ നോക്കിയപ്പം എന്നാ സമാധാനമാണെന്നറിയാം. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ക്യാൻസറിന്റെ 3ാം ഘട്ടമായിട്ടും രാജു നിനക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നു? അന്നേരം പറയണം ഹല്ലേലൂയ. ഇതുവരെ യേശുവിനെ കൺമുമ്പിൽ വെച്ചോട്ട് നോക്കുന്നില്ലായിരുന്നു, ക്യാൻസറിനെ നേരിട്ട് കണ്ടുകൊണ്ടിരുന്നേ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ക്യാൻസർ വന്ന മരിയമ്മ മരിച്ചുപോയി, ക്യാൻസർ വന്ന ചിന്നമ്മ മരണത്തിന്റെ വക്കിലാണ്, ക്യാൻസർ വന്ന RCCയുടെ ഹോസ്പിറ്റലിന്റെ അടുത്ത ആൾക്കാർ താമസിക്കുകയാണ്. അവർ പലരും എൻ്റെ ഈ നമ്പർ തന്നിട്ടുണ്ട്, ഞാനും അവിടെ പോകേണ്ടി വരുമല്ലോ. എന്നാൽ ഇന്ന് നിങ്ങൾ ചേർന്ന് പറയുക, ഞാൻ യേശുവിനെ ക്രൂശിലൂടെ നോക്കുമ്പം ഹല്ലേലൂയ, ലാഭമായതെല്ലാം ഛേദമായി മാറി, ഛേദമായതെല്ലാം ലാഭമായി മാറി. ഓ ജീസസ്. ഞാൻ അതിൻ്റെ വേർഡിങ്സ് പറയാം. അതായത് പൗലോസ് പറയുന്നു, വല്ലവനും പ്രശംസിപ്പാൻ വകയുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും അധികം 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ഓ തർസോസുകാരൻ, റോമ പൗരത്വം വിലയ്ക്ക് വാങ്ങിയവൻ, വെളിപ്പാടിൻ്റെ ആധിക്യമുള്ളവൻ, എന്തൊക്കെ കൊമ്പായിരുന്നു. ക്രൂശിൽ കണ്ണിന് മുമ്പിൽ ക്രൂശ് വന്നപ്പം പറയുക, എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. ഇപ്പം എനിക്ക് ഒരൊറ്റ കാര്യം അറിയാനുണ്ട്, അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിലെ ശക്തിയെയും എനിക്ക് വല്ലവിധേനെ ഒന്ന് അറിഞ്ഞാൽ മതി. നേടിയെന്നോ ഓടിയെന്നോ ലഭിച്ചു എന്നോ അല്ല, വല്ലവിധേനെ എത്തിപ്പിടിക്കാമോ എന്ന് ചിന്തിച്ച് പുറകെ ഓടുകയാണ്. ഓ, ഇതനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് തുടങ്ങിക്കോ. ലാഭമായതെല്ലാം ഛേദമായി മാറി, ഛേദമായതെല്ലാം
ലാഭമായി മാറി. ലാഭമായതെല്ലാം ഛേദമായി മാറി. ഛേദമായതെല്ലാം ലാഭമായി കരമടിച്ചോണ്ടെന്ന് പാ. ലാഭമായതെല്ലാം ഛേദമായി മാറി. ഛേദമായതെല്ലാം ലാഭമായി മാറി. ലാഭമായതെല്ലാം ഛേദമായി മാറി. ഛേദമായതെല്ലാം ലാഭമായി മാറി. കർത്താവേ, ഇന്ന് ഓരോ മക്കളും തുടങ്ങട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. എൻ്റെ കൂടെ തലയിൽ സൗഖ്യം നടക്കുമ്പോൾ തന്നെ മോളെ, ഈ ഒരു പോർഷനിൽ ഞാൻ ഈ കൈവെക്കുന്ന സ്ഥലത്ത്, അതായത് ഈ ജോയിന്റിന്റെ മേളിൽ ഈ ഒരു ഭാഗത്ത് ഇവിടെ കർത്താവ് സ്പർശിക്കുന്നത് ഞാൻ കാണും. ഓടി വരിക, എൻ്റെ അടുത്തോട്ട് വരിക. ഓ ജീസസ്, ഓ ജീസസ്. നിന്റെ ജീവിതത്തിലേക്കും നീ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവിക സ്പർശനത്തിലേക്ക് നിന്നെ കർത്താവ് കൊണ്ടുപോവുകയാണ്. നിനക്കൊത്തിരി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം കർത്താവ് തരുന്ന നിമിഷമായി. എൻ്റെ രാജാവേ, ഓ ഈ കുഞ്ഞിനെ നാളിന്ന് വരെ അവൾക്കുണ്ടായിരിക്കുന്ന എല്ലാ മെന്റൽ സ്ട്രെസ്സുകളിൽ നിന്നും, എല്ലാ ലോൺലിനെസ്സിനകത്തുനിന്നും, എല്ലാ ചീറ്റിങ്ങുകളുടെ അകത്തുനിന്നും അവൾ ഡെലിവേർഡ് ആവട്ടെ. ഓ സ്പർശിക്കുന്നു യേശു, സ്പർശിക്കുന്നു യേശു അവളെ. കാണുക, യേശുവിന്റെ സ്പർശനം നടന്നുകൊണ്ടിരിക്കുന്നു. ടച്ച് ഓഫ് ജീസസ് വന്ന് ഓ ഓ ഓ ഓ ഓ ഓ. ആ വലത്തെ ഷോൾഡറിലേക്ക് യേശുവിന്റെ കരം വന്നുകൊണ്ടിരിക്കുന്നു. വലത്തെ ഷോൾഡറിലേക്ക് യേശുവിന്റെ കരം വന്നുകൊണ്ടിരിക്കുന്നു. ചേച്ചി അവിടെ ഒന്ന് കൈവച്ചോ. യേശുവിന്റെ നാമത്തിലെ ഷോൾഡറിലേക്ക് യേശുവിന്റെ കരം വന്നുകൊണ്ടിരിക്കുന്നു. അവള് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. നിറയട്ടെ, ഓ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇതൊരു പെർഫെക്റ്റ് ഹീലിംഗ്. കരങ്ങളെ അടിച്ചോണ്ടെന്ന് യേശുവിന് ആരാധന. കർത്താവേ, ഇതൊരു സാധാരണ മെസ്സേജ് അല്ല. ഇത് പലരുടെയും കണ്ണു തുറന്നിട്ടുണ്ട്. എനിക്കറിയാം, അവരിലിരിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വത്തെ കണ്ണു തുറന്ന് കാണാൻ കഴിയാതെ മയക്കം സംഭവിച്ചവരായി, മന്ദീഭാവം സംഭവിച്ചവരായി, മറഞ്ഞിരിക്കുന്ന സകല മുത്തുകളും ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ അവരങ്ങയുടെ രാജ്യത്തിൽ ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടേണ്ടവരാണ്. അതിനുവേണ്ടിയുള്ള ഭയങ്കര അഭിഷേകത്തെ ഓരോ മക്കളുടെ മേലും അയക്കണമേ. ഞാൻ ഇന്ന് ലൈവായിട്ട് ഈ സമയത്ത് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ഇന്ന് ഈ ശുശ്രൂഷ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, സ്പർശനത്തിന്റെ കരവുമായി ഇറങ്ങി വരണമേ. ഓരോ മക്കളെയും വിടുവിക്കണമേ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അവരുടെ പരാജയം മാറ്റാൻ എങ്ങാണ്ടെന്നോ ആരോ വരേണ്ട കാര്യമില്ല. പരാജയം മാറ്റാൻ അവരുടെ കൺമുമ്പിൽ ക്രൂശിലൂടെ എല്ലാത്തിനെയും നോക്കിയാൽ മതി എന്നറിയുന്ന സമയത്ത് തന്നെ അവരുടെ മുമ്പിൽ ക്രൂശിന്റെ ജയം ആളിക്കത്തട്ടെ. ആ കൊടി ഉയർന്നു നിൽക്കട്ടെ. അതിനായിട്ട് നന്ദി, അതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കാം. എനിക്കുറപ്പാണ്, നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ രൂപം കിട്ടിയോ? യേശുവിലൂടെ, യേശുവിൻ്റെ ക്രൂശിലൂടെ, യേശു ക്രൂശിലെടുത്ത ജയത്തിലൂടെ എല്ലാത്തിനെയും കാണാൻ തുടങ്ങിയോ? ഒന്നുകൂടെ ഇറക്കി പറയാം. യേശു ക്രൂശിലെടുത്ത ജയം നിങ്ങളുടെ കൺമുമ്പിൽ തെളിയുന്നുണ്ടോ? നിങ്ങൾ തോൽക്കത്തില്ല, പരാജയപ്പെടത്തില്ല, ജയത്തിൽ നിന്ന് ജയത്തിലോട്ട് പോകും. അതിനായിട്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു.